നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കാര്യം മാലിനി ഉറപ്പിച്ചു, അവർ രണ്ടുപേരും ജീവിച്ചിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഒന്നിനെക്കൊന്ന് ഒന്നിനെ നിലനിർത്തണോ അതോ രണ്ടും ഒന്നിച്ചു വേണം? അതിൽ മാത്രമേ ഉള്ളൂ തർക്കം. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നു. അതിനെന്താ തെറ്റ്? അത് വിവാഹിതയായ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതല്ലേ? സി മിസ്റ്റർ വരുൺ, നമുക്ക് വേണമെങ്കിൽ ഇത് കേസ് കൊടുക്കാം, കോടതിയിലും എത്തിക്കാം. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, ഒന്നും കിട്ടാനില്ല. മീഡിയക്കാര് വേണമെങ്കിൽ ഇത് ചർച്ചയാക്കും, ഫലം ഒരുപോലെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സമൂഹത്തിന് മുന്നിൽ നാണം കെടും. അല്ലാതെ ഏകപക്ഷീയമായി വരുണിന് കോടതി ഡിവോഴ്സ് അനുവദിച്ചു തരില്ല. വരുൺ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും, എന്നിട്ട് നമുക്ക് ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ആലോചിക്കും വരുൺ. ചിലപ്പോ ഇതിന്റെയൊക്കെ ആവശ്യമില്ലെന്ന് വരുണിന് തന്നെ തോന്നിയാലോ? തെളിവുകൾ ചോദിക്കുകയാണെങ്കിൽ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ എൻ്റെ മുമ്പിൽ ഒന്നുമില്ല. പക്ഷേ എല്ലാ തെളിവുകളും നേരിട്ട് കാണുന്ന ദൈവത്തിന് മുമ്പിൽ എൻ്റെ പരാതിയുണ്ട്. ചിലപ്പോൾ നിങ്ങളും പറയാറുണ്ടല്ലോ, ദൈവം തീരുമാനിക്കട്ടെ എന്ന്. ദൈവം തീരുമാനിക്കട്ടെ എൻ്റെ കാര്യം. ബൈ മാഡം. അമൃതേട്ടത്തെ, സോറി ക്ഷമ, ഞാൻ നേരത്തെ റെഡിയായതാ. ഒരു ഫയൽ എടുത്തു വെച്ചത് മാറിപ്പോയി. അതൊന്നും സാരമില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. ക്ഷമ, നേരെ മ്യൂസിക് സ്കൂളിലല്ലേ? അല്ല, അതിനു മുമ്പ് ക്ഷേത്രത്തിലൊന്ന് പോണം. മനസ്സിനെന്തോ വല്ലാത്തൊരു ഭാരം. അത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിലേക്ക് പോവാം. ആയിക്കോട്ടെ, വാ. മാലിനി, എന്താ മാഡം? ശ്യാമ അമൃതേടത്തെയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. അവിടെ നിന്ന് മ്യൂസിക് സ്കൂളിലേക്ക് എത്തും. അവരെത്തുന്നതിന് മുൻപ് മ്യൂസിക് സ്കൂളിന്റെ പരിസരത്ത് നമ്മൾ എത്തണം. അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. മാഡം വലിയ ത്രില്ലിലാണല്ലോ. എന്റെ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന കാര്യമല്ലേ മാലിനി? കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാതെ പറ്റില്ലല്ലോ. ഇത്രയും കാലം എന്റെ അടിമയെ പോലെ ജീവിച്ചവളാ ശ്യാമ. കൈയും കാലും കുടഞ്ഞ് അവൾ സ്വതന്ത്രയായ ഞാൻ അവളുടെ അവസ്ഥയിലായി പോകും. അത് സംഭവിക്കാൻ പാടില്ല. അമ്മയും മോളും ഇന്ന് നമ്മുടെ കൺമുമ്പിൽ പെടണം. എന്നിട്ട് നോക്ക്, ഒരു കാര്യം മാലിനി ഉറപ്പിച്ചു, അവർ രണ്ടുപേരും ജീവിച്ചിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഒന്നിനെക്കൊന്ന് ഒന്നിനെ നിലനിർത്തണോ അതോ രണ്ടും ഒന്നിച്ചു വേണം? അതിൽ മാത്രമേ ഉള്ളൂ തർക്കം. വാ, ഇറങ്ങാൻ നോക്കാം. ഭഗവാനെ, വരുണൊരു പ്രതിസന്ധിയില്ല. അവന്റെ മനസ്സ് മുഴുവൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന ആളാ. അവര് തമ്മിലാ ചേരേണ്ടത്. അവരെ ഒരുമിപ്പിക്കാനുള്ള മാർഗം എനിക്കറിയില്ല. പക്ഷേ അങ്ങയ്ക്കത് സാധിക്കും. അവരെ ഒരുമിപ്പിക്കണേ.
മുത്തശ്ശി പ്രാർത്ഥിക്കാൻ എത്തിയിരുന്നോ? പ്രാർത്ഥിക്കുന്നതിനേക്കാൾ രസമാണല്ലോ കുട്ടി പ്രാർത്ഥിക്കുന്നത് കാണാൻ. കണ്ണനോട് സങ്കടം എന്തെങ്കിലും ഉണ്ടായിരുന്നോ പറയാൻ? ഇല്ല മുത്തശ്ശി, എന്നെക്കുറിച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണ ഒന്നും മാറണമെന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഏട്ടൻ തന്നെ സാധിച്ചു തന്നല്ലോ. അതെ മോളെ, എന്റെ മനസ്സിൽ ഇപ്പോഴും സൂര്യ പറഞ്ഞ വാക്കുകളാ. അവൻ എഴുന്നേറ്റ് നടക്കണം. കണ്ണന്റെ മുന്നിൽ നീ ഉണ്ടാവുമ്പോ അത് അസാധ്യമല്ല. ഏട്ടൻ പാവോ മുത്തശ്ശി. ഏട്ടനെ ഒരുപാടൊന്നും ദൈവം പരീക്ഷിക്കില്ല. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് മ്യൂസിക് ക്ലാസ്സിലേക്ക് പോകാൻ സമയമായി. അയ്യോ, എന്റെ കൃഷ്ണ, എന്താ ഇത്? എന്തോ അപശകുനാണല്ലോ കുട്ടി. ഇന്നിനി പോണോ? അത് സാരില്ല മുത്തശ്ശി. ഭഗവാന്റെ മുമ്പില് വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ. ഞാനേ ഒന്നുകൂടി തെളിയിച്ചിട്ട് പോവാം. മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ, ഒന്നും സംഭവിക്കില്ല. എങ്കി വാ. ക്ഷേത്രത്തിൽ നിന്ന് വരാനുള്ള നേരമായല്ലോ മാഡം. ഇനി അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി കാണോ? അറിയില്ല, പക്ഷേ നമ്മൾ കാവൽ നിന്നല്ലേ പറ്റൂ. അതാര്? ശ്യാമ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.